ആക്കുമ്പോൾ ഇതുപോലെ ബാറ്റർ ഒന്ന് റെഡിയാക്കി നോക്കട്ടെ. 100% ഷുവറാണ് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് അപ്പം കിട്ടും. അപ്പോൾ ആ ബാറ്റർ എങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടി 1 കപ്പ്, 1/2 കപ്പ് ചോറ്. ഞാൻ മട്ടരിയുടെ ചോറാണ് എടുത്തേക്കണേ, ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്. കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് എപ്പോഴും വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ വെക്കുക. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത കാരണം പൊന്തി താഴേക്ക് പോവും. ജാറ് കഴുകി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അപ്പത്തിന് നാളികേരം ചേർക്കണില്ലേ എന്ന്. നമ്മൾ നാളികേരം ചേർക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പോഴല്ല, നമ്മളത് ചുടണ സമയത്താവും ചേർക്കുക. അതാണ് ഞാൻ പറഞ്ഞ ബാറ്ററി ഇതുപോലെ റെഡിയാക്കി നോക്കാം. ഇത് ഓവർനൈറ്റ് ഫുള്ളായിട്ടാണ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. നമുക്കിത് അടച്ച് ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെക്കാം. മാവ് രാത്രി അരച്ച് വെച്ച് ഇപ്പം രാവിലെ ആയി. മാവ് നല്ലോണം പൊന്തിണ്ടായിരുന്നു കേട്ടോ, പിന്നെ താന്നു പോയതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ ഇതുവരെ നാളികേരം ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നാളികേരം അരച്ച് ചേർക്കാം. ഇങ്ങനെ നാളികേരം ചേർക്കണതിൻ്റെ കാര്യം, ഇപ്പം നമ്മൾ മാവ് കൂടുതൽ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുളിച്ച് പൊന്തിയതിൻ്റെ ശേഷം മാവ് നമുക്ക് കുറച്ച് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ചുടണ സമയത്ത് നാളികേരം അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നമുക്ക് എത്ര വേണമെങ്കിലും അരച്ച് മാറ്റി വെക്കാം കേട്ടോ. നാളികേരം ചേർത്തതിൻ്റെ ശേഷം നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. 1/4 കപ്പ് ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരിക. നാളികേരം ഫൈനായിട്ട് അരച്ചെടുത്തു. ഇത് മാവിലേക്ക് ചേർക്കാം. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നാളികേരം അരച്ചേക്കണത്. അരയ്ക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ അരയ്ക്കുക കേട്ടോ, തിക്ക് പേസ്റ്റായിട്ട്. ഇനി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇനി മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. വല്ലാണ്ട് മാവ് തിക്നെസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നാളികേരം ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഈ മിക്സ് ചെയ്യലാണ് നമ്മുടെ അപ്പം എത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത്. മാവ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിക്കോളാം. ഇനി നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. അതിന് ശേഷം മാവ് മിക്സ് ചെയ്യില്ല. അങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുക. അപ്പം നാളികേരം ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടച്ച് വെക്കുക. അതുപോലെ മാവിൻ്റെ പാകം ഇതാണ് കേട്ടോ, ഒരുപാട് വെള്ളമായി പോകരുത് മാവ്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. തേങ്ങ അരച്ച് ചേർത്തിട്ട് 1/2 മണിക്കൂറായി. ഇപ്പോഴും മാവ് നല്ലോണം പൊന്തിയുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കി ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ എടുത്ത് ഉപ്പ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് മാവ്. ഇനി നമ്മൾ ഇങ്ങനെ അപ്പം ഉണ്ടാക്കാൻ പോവാം. രണ്ട് തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. ബ്രെഡ് ഇല്ല, ജസ്റ്റ് ഒന്ന് അമുക്കി കൊടുത്താൽ മതി. തുള്ളി എണ്ണ പോലും വേണ്ടാട്ട, അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവ് ഒഴിക്കുമ്പോൾ കല്ല് നല്ല ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം ബബിൾസൊക്കെ വന്നതിന് ശേഷം സിമ്മിലാക്കിയിട്ട് അടച്ച് വെക്കുക. ഇപ്പം ആയിണ്ടാവും, നമുക്ക് എടുക്കാം. എന്ത് സോഫ്റ്റും എന്തോരം ബബിൾസാണ്, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുട്ടാ. ഇതുപോലെ ബാറ്ററി റെഡിയാക്കിയ നമുക്ക് എല്ലാം അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അടിപൊളി സോഫ്റ്റ് ആയിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിറയെ ഹോൾസൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾ ഇനി ബാറ്റർ റെഡിയാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ. നിങ്ങൾക്കും ഇതുപോലെ സോഫ്റ്റായിട്ട് അപ്പം കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.